പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഇരുവരും അമ്പലത്തിൽ പോകാൻ റെഡിയായാണ് താഴേക്ക് ഇറങ്ങി വന്നത്. അവരെ കണ്ടപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും ചിരിച്ചു. ലക്ഷ്മിയും ഉണ്ണിക്കുട്ടനും സുമയും പോകാൻ റെഡിയായി നിൽക്കുന്നു. ഇതെന്താ അമ്മേ എല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുന്നത്? മംഗലത്തമ്മയെ നോക്കിക്കൊണ്ട് ആദി ചോദിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ആദി ചോദിക്കുമ്പോൾ ബാലയുടെ നോട്ടവും അവരുടെ മേലെയായി. അതൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. 2 പേരും കൂടി സൗകര്യം പോലെ അങ്ങോട്ടേക്ക് വാ. വിരുന്നിന് വിളിക്കുക എന്നൊരു ചടങ്ങുകൂടി ഉണ്ടല്ലോ, സുമ മംഗലത്തമ്മയെ നോക്കി പറഞ്ഞു. എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോകാം. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങളെ ഞാൻ അവിടേക്ക് ഇറക്കാം. മോൻ എവിടെ അമ്മ? അവനെ കൂടി കൊണ്ടുപോകാം, ബാല മംഗലത്തമ്മയോട് ചോദിച്ചു. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും ഇറങ്ങുന്നത് കണ്ട് കുഞ്ഞിനെ നേരത്തെ ഉറക്കിക്കിടത്തി, അല്ലെങ്കിൽ അവൻ ബഹളം വയ്ക്കും. അയ്യോ, മോനൂട്ടൻ ഉറക്കമാണോ? അവനെ കൂടി അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് കരുതി. അതൊന്നും സാരമില്ല, ഇനി പിന്നീട് പോകുമ്പോഴാവട്ടെ. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വാ. മംഗലത്തമ്മ പറയുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി. ആദിയുടെയും ബാലയുടെയും വിവാഹം കഴിഞ്ഞ് 2-3 ദിവസമായി. ഇതുവരെ മനസ്സുകൊണ്ടല്ലാതെ ശരീരം കൊണ്ടൊന്നായിട്ടില്ല 2 പേരും. അതിന് കാരണം ബാലയുടെ ഭയം തന്നെയായിരുന്നു. രാത്രിയിൽ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആദിയുടെ നോട്ടം പലകുറി ബാലയെ തേടി വന്നു. ഭക്ഷണം കഴിപ്പും മറ്റും കഴിഞ്ഞ് അവൾ കിടക്കാനായി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാൽക്കണിയിൽ നിന്നും ആഞ്ഞു പുകച്ചു വിടുന്നുണ്ട് ആദി. സിഗരറ്റിൻ്റെ മണം. പെണ്ണിൻ്റെ മുഖം കൂർത്തു വന്നു. കയ്യിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ജാറ് താഴേക്ക് വച്ചുകൊണ്ട് അവൾ ചവിട്ടിത്തുള്ളി ബാൽക്കണിയിലേക്ക് ചെന്നു. അവൻ്റെ ചുണ്ടിലെരിയുന്ന സിഗരറ്റ് വാങ്ങി മുറ്റത്തേക്ക് എറിഞ്ഞു. ദേഷ്യത്തിൽ നോക്കുന്ന പെണ്ണിൻ്റെ മുഖവും മറ്റും കണ്ടപ്പോൾ അവന് ചിരി വന്നു. സിഗരറ്റ് പുറത്തേക്ക് എറിഞ്ഞ പുറകെ ബാലയെ ചുറ്റി നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചേർത്ത് പിടിക്കലിൽ ഇരുവരുടെയും ശരീരങ്ങൾ ഉരസി മാറി. പിന്നൊന്നും നോക്കിയില്ല. പെണ്ണിനെയും എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി. ബാൽക്കണി വാതിൽക്കൽ ചവിട്ടി അടച്ചു. ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ പുറത്തേക്ക് മറിഞ്ഞു. ഈ ഒളിച്ചുകളി മതിയാക്കണ്ടേ മോളെ നമുക്ക്? എല്ലാ അർത്ഥത്തിലും നിന്നെ എൻ്റേതാക്കാൻ വല്ലാതെ കൊതി തോന്നുന്നു പെണ്ണേ. അവൻ്റെ ആ തുറന്നു പറച്ചിലിൽ കൂടിയായപ്പോൾ ബാല കണ്ണുകൾ അടച്ചു. അന്നേരം തന്നെ ആദ്യം അവളുടെ ചുണ്ടുകൾ അപ്പാടെ വിഴുങ്ങി. അവളുടെ ആത്മാവിൻ്റെ ആഴങ്ങളെ വരെ ആ ചുംബനം ഉണർത്തി. അവൻ്റെ മുടിയിൽ ബാല വിരൽ കൊരുത്തു വലിച്ചു. ശ്വാസമെടുക്കാനാകാതെ പെണ്ണ് പിടഞ്ഞുപോയി. അവൾ അവനെ ബലമായി പിന്നിലേക്ക് തള്ളി മാറ്റി. കണ്ണും കൂർപ്പിച്ച് കിതപ്പടക്കാൻ ശ്രമിക്കുന്നവളെ നോക്കുമ്പോൾ ആദിക്ക് ചിരി വന്നു. സോറി, കുറച്ച് ആവേശം കൂടിപ്പോയി. പറയുമ്പോൾ അവനിൽ നിറഞ്ഞ കള്ള ലക്ഷണമായിരുന്നു. പെണ്ണിൻ്റെ ചുണ്ട് ചുവന്ന ചെറിപ്പഴം പോലെയായി. ഇക്കുറി വളരെ സാവകാശത്തിൽ അവൻ അവയെ നുണഞ്ഞെടുത്തു. അവളും തിരിച്ചവനെ ചുംബിക്കാൻ തുടങ്ങിയപ്പോൾ ആദിയുടെ കണ്ണുകൾ വിടർന്നു. ഇരുവരിലും ആവേശം ഒരുപോലെ അണപൊട്ടുമ്പോൾ ആദിയുടെ കൈ അവളുടെ മാർദ്ദവങ്ങളിൽ ചലിച്ചു തുടങ്ങി. ഇക്കുറി ബാല തടുത്തില്ല. പകരം അവനെ തന്നിലേക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് ഊർന്നിറങ്ങിയ അവൻ്റെ ചുണ്ടും നാവും അവളെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. കാതിലെ കമ്മലടക്കം അവൻ കടിച്ചു നുണയുമ്പോൾ പെണ്ണിൻ്റെ ശരീരമാകെ കോരി തരിച്ചുപോയി. അണിവയറിലും പൊക്കിൾ ചുഴിയിലും അവൻ്റെ ചുണ്ടും നാവും ചേർന്ന് നൽകുന്ന ലഹരി അവളെ തളർത്തി. പലതവണ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചവൾക്ക് ഇടമുറിഞ്ഞു പോയി. ആവേശം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വിസ്മയം തീർത്തുകൊണ്ട് അവൾ മാത്രം നിറഞ്ഞു നിന്നു. ആ പെണ്ണുടലിൽ അവൻ്റെ ചുണ്ടും നാവും പതിയാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ലെന്നായി. ഒടുവിൽ എല്ലാ അർത്ഥത്തിലും അവളെ പൂർണ്ണയാക്കിക്കൊണ്ട് അവളുടെ മാറിലേക്ക് തളർച്ചയോടുകൂടി വീഴുമ്പോൾ കൺപോളകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ തുള്ളിയെ അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഒടുവിൽ ഒരു പുതപ്പിനുള്ളിൽ ഇരുവരും ഒന്നായി തളർന്നു കിടന്നുറങ്ങി. രാവിലെ പതിവ് പോലെ ബാല എഴുന്നേൽക്കുമ്പോൾ ആദ്യം അവളെ ചുറ്റിപ്പിടിച്ച് മാറിൽ മുഖം ചേർത്ത് കിടന്നുറങ്ങി. തലേ ദിവസത്തെ ഓരോ കാര്യങ്ങളും ആലോചിച്ചപ്പോൾ പെണ്ണിൻ്റെ കവിളുകൾ ചുവന്നുപോയി. അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അടിവയർ കുരുളുത്തി വലിച്ചു. കാലുകൾ അനങ്ങാൻ കഴിയാത്തത്ര ഇടുപ്പിന് താഴേക്ക് വേദന. ഒരു വിധത്തിൽ കയ്യിൽ കെട്ടിയ ഡ്രസ്സും വാരി പുതച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങുമ്പോഴും ആദ്യം ഉറക്കം തന്നെയാണ്. ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി വന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
ഈ ബാലയുടെ ജീവിതം എങ്ങനെ അവസാനിക്കേണ്ടതായിരുന്നു. അതിൽ നിന്നുമൊക്കെ തന്നെ രക്ഷപ്പെടുത്തി ഇന്ന് തനിക്കായി ഇങ്ങനെയൊരു ജീവിതം ഉണ്ടാക്കി തന്നവനെ നന്ദിയോടും പ്രണയത്തോടും കൂടി അവൾ ഒരിക്കൽ കൂടി നോക്കി. അവൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് മാറാൻ തുടങ്ങുമ്പോൾ ആദ്യം അവളെ വലിച്ച് തൻ്റെ പുറത്തേക്കിട്ടു. നെറ്റിയിലെ അല്പം മാഞ്ഞുപോയ സിന്ദൂരവും തൻ്റെ പ്രണയത്തിൽ ചുവന്നു തൊടുത്തുപോയ മുഖവും വക്ക് പൊട്ടിയ പോലെയോടെ അവളുടെ ചുണ്ടുകളുമൊക്കെ അവൻ വല്ലാത്ത പ്രണയത്തിൽ നോക്കി. ഞെക്കി പൊട്ടിക്കും പോലെ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. താങ്ക്സ് ബാല. പെണ്ണെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയും നല്ലൊരു രാത്രി എനിക്ക് സമ്മാനിച്ചതിന്, ഇനിയും എത്രയോ രാത്രികൾ നമുക്ക് പരസ്പരം പങ്കിടാനുള്ളതിന്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്, എല്ലാത്തിനും കൂടി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് മതിവരാതെ നുണഞ്ഞു. അവനെ തടസ്സപ്പെടുത്താതെ അവളും അവനോട് ചേർന്ന് ഒട്ടിക്കിടന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് തൊടുമ്പോൾ ഓടിപ്പായുന്നവളാണ് ഇന്ന് പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി കിടക്കുന്നത്. ഞാനിന്നലെ ഒരുപാട് വേദനിപ്പിച്ചോ പെണ്ണേ? ആദി ചോദിച്ചു. ഇല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പെണ്ണിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി. എന്താണെന്ന മട്ടിൽ. ഫസ്റ്റ് ടൈം നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും. ഒട്ടും സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നല്ല വേദനയായിരുന്നു അച്ചുവേട്ടാ. ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ ആശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയാം. എന്നാൽ ശരി, ഞാൻ ഫ്രഷായി വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം. പറഞ്ഞുകൊണ്ട് ആദ്യം എണീറ്റ് ബോക്സർ എടുക്കാൻ നേരം പെണ്ണ് മുഖം പൊതിഞ്ഞു പിടിച്ചു. അത് കണ്ടപ്പോൾ ആദിക്ക് ചിരിയാണ് വന്നത്. അവളുടെ മുന്നിൽ വന്ന് കൈയും കെട്ടി നിന്നു. ആദി ബാത്റൂമിലേക്ക് പോയി എന്ന് കരുതി ബാല മുഖത്തു നിന്നും കൈമാറ്റുമ്പോൾ മുന്നിൽ തന്നെ നോക്കി നിൽപ്പുണ്ടവൻ. എന്തിനാ ഇപ്പോൾ ഈ മുഖം പൊതിഞ്ഞു പിടിച്ചത്? നീ കാണാത്തതായി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ പെണ്ണെ എന്നിൽ? ചോദിച്ചുകൊണ്ട് പെണ്ണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ ചുണ്ടുകൾ കൂടി കവർന്നതും പെണ്ണവനെ തള്ളി മാറ്റി ചുണ്ടു തുടച്ചു. സോറി, ഡർട്ടി കിസ്. ഫ്രഷായി വന്നിട്ട് അടുത്തത് തന്നേക്കാം. തുടച്ചു മാറ്റാനാണെങ്കിൽ ഈ ശരീരത്തിൽ എൻ്റെ ചുണ്ട് പതിയാത്ത ഒന്നുമില്ലല്ലോ മോളെ. പറയുകയും ആദ്യം അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വലിഞ്ഞു മുറുക്കി. എന്തുകൊണ്ടോ നിന്നെ ഇങ്ങനെ നിർത്തിയിട്ട് പോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. കാണാത്തതൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാം വീണ്ടും രുചിക്കാനും തൊട്ടറിയാനും വല്ലാത്ത കൗതുകം. പറഞ്ഞുകൊണ്ട് അവളെയും എടുത്ത് നേരെ വാഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. പെണ്ണവൻ്റെ കയ്യിൽ കിടന്ന് കുതറി മാറിയെങ്കിലും അവൻ പിടി ശകലം പോലും അയച്ചില്ല. ഷവറിൻ്റെ മുന്നിൽ അവളെയും കൊണ്ട് നിർത്തി ഷവർ ഓണാക്കുമ്പോഴേക്കും ഇരുവരെയും നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒഴുകിയിറങ്ങി. ഇരുവരുടെയും ശരീരവും മനസ്സും ഒരുപോലെ ചൂടുപിടിക്കാൻ തുടങ്ങി. കലങ്ങിമറിഞ്ഞ പെണ്ണിൻ്റെ കണ്ണുകൾ അവൻ്റെ കൈകളുടെ മാന്ത്രിക വിദ്യയെ തളർന്നു തുടങ്ങി. വല്ലാത്തൊരു ശീൽക്കാരവും മൂളലും അവളിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ആവേശത്തോടെ അവൻ പെണ്ണിനെ വാരിയെടുത്ത് ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവളും അനുസരണയോടുകൂടി അവൻ്റെ കഴുത്തിൽ കയ്യും ചേർത്ത് നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു. നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവളിൽ നിന്നും അഴിച്ചു മാറ്റുമ്പോൾ പെണ്ണവൻ്റെ കണ്ണ് പൊതിഞ്ഞു പിടിച്ചു. ഞാൻ കാണാത്തതായി ഒന്നുമില്ല. പറയുമ്പോൾ തന്നെ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. വീണ്ടും അവളിലേക്ക് ചെറു ചുംബനത്തോടു കൂടി ആദി അലിഞ്ഞു തുടങ്ങി. ഒരിക്കൽ കൂടി അവൻ്റെ ലാളനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഒരിക്കൽ കൂടി അവനെ അറിയുവാനുള്ള തിടുക്കമായിരുന്നു അവളിലും. പരസ്പരം ചുംബിച്ചും പങ്കിട്ടെടുത്തും ഇരുവരും മൃഗങ്ങളെപ്പോലെ കെട്ടുപിണഞ്ഞു. ആവേശം ഇരുവരിലും ഒരുപോലെ മുന്നിട്ട് നിന്നു. പിടിച്ചടക്കാനും വെട്ടിപ്പിടിക്കാനും രണ്ടുപേരും ഒന്നുപോലെ. ഇടയ്ക്ക് വെച്ച് പെണ്ണവൾ തളർന്നു പോകുമ്പോൾ അവൻ അവളെ ആവേശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആ പകലും കൂടി ആദ്യം തൻ്റെ പെണ്ണിനെ അറിഞ്ഞു. അവളുടെ ഉടലഴകുകളിൽ അവൻ്റെ കണ്ണും കൈയും ഒരുപോലെ ചലിച്ചു. നാണം കൊണ്ട് പെണ്ണിൻ്റെ മുഖം ചുവന്ന് വിങ്ങിപ്പോയി. അതുപോലും അവന് വല്ലാത്ത കൗതുകമായിരുന്നു. ഉണ്ണിക്കുട്ടൻ പരീക്ഷയും പഠിത്തവും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ശ്രീധരനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ആരും അന്വേഷിച്ചില്ല. പക്ഷേ അപ്പോഴൊക്കെയും അയാൾ എവിടെയായിരിക്കും ഇനിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നൊക്കെ സുമ ചിന്തിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും അതൊന്നും പറഞ്ഞ് മക്കളുടെ സന്തോഷം കളയാൻ അവൾ തയ്യാറല്ലായിരുന്നു. ലക്ഷ്മി ഇപ്പോൾ പഴയതുപോലെ തൊഴിലുറപ്പിന് പോകുന്നില്ല. ബാലയും ആദിയും കർശനമായി അവളെ വിലക്കിയിരുന്നു. അതുതന്നെയാണ് കാരണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആദി തന്നെയാണ്. വൈകുന്നേരം മോനൂട്ടനെയും എടുത്തുകൊണ്ട് ബാല റൂമിലേക്ക് വരുമ്പോൾ ആദി കാര്യമായി ലാപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെയും കൊണ്ട് അവൾ ബെഡിലേക്ക് വന്ന് കിടന്നു. അപ്പോഴേക്കും ലക്ഷ്മിയുടെ കോൾ വരുന്നു.
അവൾ ഫോണെടുത്ത് മോനൂട്ടനെയും നോക്കിക്കൊണ്ട് അറ്റൻഡ് ചെയ്തു. വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. ഉണ്ണിക്കുട്ടൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ലക്ഷ്മി ഇടയ്ക്കൊന്ന് നിർത്തി. അത് ബാല ശ്രദ്ധിച്ചു, മനസ്സിലാക്കിയെടുത്തു. എപ്പോഴും വിളിക്കുന്നത് പോലെയുള്ള സന്തോഷം അവളുടെ ശബ്ദത്തിലില്ല. എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? എന്നോടെന്തെങ്കിലും പറയുവാനുണ്ടോ? ബാലയുടെ ചോദ്യം കേട്ടപ്പോൾ ലക്ഷ്മി ഒരു നിമിഷം മൗനമായി. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് ശ്രമിച്ചാലോ ബാലേച്ചി? എത്ര നാളെന്ന് വെച്ചാൽ ആദിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത്? വല്ലാത്തൊരു മടിയോടുകൂടിയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ ബാല ഒന്നും മിണ്ടിയില്ല. എന്താ മോളെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത, ജോലിക്ക് പോകണമെന്ന്? അതല്ല ചേച്ചി, ഇപ്പോൾ തന്നെ ആദിയേട്ടൻ ഒരുപാട് പൈസ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ ആദിയേട്ടനോട് പറയാമോ ചേച്ചി? ലക്ഷ്മി ചോദിക്കുമ്പോൾ ബാല ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? ബുദ്ധിമുട്ടായോ? അതൊന്നുമില്ല മോളെ, ഞാൻ ആദിയേട്ടനോട് ചോദിച്ച് നിന്നെ വിളിച്ച് പറയാം. തൽക്കാലം നീ മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. കുറച്ചു നേരം കൂടി വീട്ടിലെ വിശേഷങ്ങളെല്ലാം തിരക്കി അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിച്ചു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സ്റ്റോറികളൊക്കെ ഇനി മുതൽ കൃത്യമായി തന്നു തുടങ്ങാം. കൂട്ടുകാരാരും പിടങ്ങരുതേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.